ഹായ് ഫ്രാൻസ്, നമ്മളമ്മ ചുമരിൽ ഒരു ചെറുതേനീച്ച കൂടിൻ്റെ കെണിക്കൂട് വച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ തുറന്നിട്ട് അതൊരു പെട്ടിയിലാക്കുന്ന വീഡിയോയാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേനീച്ച കയറിയിറങ്ങുന്ന ഇതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു കാലിക്കൂട്ടിലെടുത്ത് അതിൽ നമ്മളെ ആക്രമിക്കുന്ന ഈച്ചകളെല്ലാം ഒരു ബോട്ടിലിനകത്താക്കിയതിന് ശേഷം നമുക്ക് ആ കൂട് പൊളിച്ച് നോക്കാം അതിനകത്ത് എന്താണ് ഉള്ളതെന്ന്. ഇത് ഏകദേശം കഴിഞ്ഞ സീസണിൽ വന്ന് കയറിയതാണ്. അപ്പോൾ എല്ലാവരും ഒരു കാലിക്കൂട് ഇതുപോലെ സെറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് ഇതുപോലെ ചെറുതേനീച്ച താനെ വന്ന് കയറുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു ചുമരിലൊരു കൂട് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ മെഴുകെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തപ്പോൾ ഒരു കൂട് താനെ വന്ന് കയറിയതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അത്യാവശ്യം ഈച്ചയുള്ള ഒരു കൂടാണ്. നമുക്കിത് മഴക്കാലമായതുകൊണ്ട് ഇതിലധികം തേന് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും അടുത്ത സീസണിലത്തേക്ക് നമുക്കിത് ഒരു പെട്ടിയിലാക്കിയാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് തേന് കിട്ടത്തുള്ളൂ. ചുമരിലിരുന്ന് കഴിഞ്ഞാൽ അതത്ര തേന് വയ്ക്കാൻ സാധ്യത കുറവാണ്. നമുക്ക് അത് ഇതിൻ്റെ സൈഡിലുള്ള ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഒരു തുണിയെടുത്ത് അതിലുള്ള മണ്ണെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കത് കൂട് തുറന്ന് നോക്കാം. അത്യാവശ്യം ഈച്ചയുള്ളൊരു കൂടാണ്. എന്നാലും ഞാനിതുപോലെ ചുമരിലുള്ള സെറ്റുകൾ അങ്ങനെ അധികം വച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുറന്ന് തന്നെ കാണാം. നമ്മളത് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം പൂമ്പൊടിയും തേനും അത് വച്ചിട്ടുണ്ട്. ഈ ലെയറിൽ കാണുന്നത് കൂടുതലും പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത ഒരു ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ അത് 2 തരം മുട്ട അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇളം മുട്ടയും മൂത്ത മുട്ടയും അതിൻ്റെ അകത്ത് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം റാണിയൊക്കെ ഉള്ള ഒരു കൂട് തന്നെയാണ് ഇത്. എല്ലാവരും ഇങ്ങനെ ഇതേപോലെ ഒരു കൂട് സെറ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൂട് ഇതുപോലെ വന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഒരു ബോക്സിലേക്ക് മാറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് സെറ്റ് ചെയ്ത് താനെ കയറിയത് കൊണ്ട് ഞാൻ അടുത്ത സീസണിലത്തേക്ക് വേണ്ടി ഈ സെറ്റിനെ ഞാൻ ഒരു തടിപ്പെട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. എന്തായാലും അത്യാവശ്യം പൂമ്പൊടിയും തേനും അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തേനെടുക്കേണ്ട സീസൺ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഇത്രയും തേന് കിട്ടാൻ. എന്നാലും നമുക്ക് ഒരു കൂട് സെറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള മുട്ടയും ഇതിലുള്ള റാണിയാണ് അത് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ റാണിയെ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യം ഇളമുട്ടയും മൂത്ത മുട്ടയും പിന്നെ കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും കൂടെ വച്ചിട്ട് നമുക്ക് ഈ കൂട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തേനെടുക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത സീസണിൽ ഇത് നല്ല സെറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ പിന്നീട് നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഇതിനകത്ത് വലിയ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുള്ള സ്പേസിൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പൂമ്പൊടിയും മുട്ടയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതതിൽ നിന്നും കിട്ടിയ കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയുമാണ്. ഇത് പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് വച്ചിരിക്കുന്നത്. ഇത് സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ തേന് വളരെയധികം ജലാംശം കലർന്നതായിട്ട് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ജലം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് എടുത്തതിന് ശേഷം ഞാനത് ബോക്സിലേക്ക് മാറ്റി. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മെഴുകെല്ലാം കൂടെ അതിൻ്റെ
എൻട്രൻസിൽ ഒട്ടിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടിൻ്റെ സൈഡിൽ തന്നെ ഞാനത് തൂക്കിയിട്ട് കൊടുത്തു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ റാണിയുള്ളത് കൊണ്ട് അതിൻ്റെ മണം അതിന് കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കൂട് ഇതിൽ കയറി കിട്ടാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാ ഈച്ചകളും എൻ്റെ കൂട്ടിൽ കയറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് അനുകരിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഇതുപോലെ ചമ്മരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഹോളിട്ടതിന് ശേഷം അതൊരു കൂടായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അത് കൂട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ടവരെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ തേനീച്ചകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനുള്ള മെത്തേഡുകൾ നമ്മളിതിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.